രാജു ജനിച്ചപ്പോ ഇന്ദ്രൻ 2-3 വയസ്സാവാറായി. പിന്നെ 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 ഇന്ദ്രൻ ഒരു കാർന്നോരായി. രാജു കുഞ്ഞു വാവയായി. അപ്പൊ ഞാൻ വലിയതാ, രാജുവായിട്ട് വലിയ എടുപ്പായിരുന്നു. രാജുവിനെ ആരും വഴക്ക് പറയാൻ സമ്മതിക്കത്തില്ല. രാജു കരഞ്ഞ അവന് സങ്കടം. എനിക്കൊന്ന് ഇന്ദ്രേട്ടൻ ഇപ്പോഴും അങ്ങനെ എല്ലാരും പെട്ടെന്ന് പറയാ ഇന്ദ്രേട്ടൻ മലയാന്റിയെ പോലെ രാജു സംസാരിക്കും. ഞാനും ഇന്ദ്രനും ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാം പെട്ടെന്നാ ഞങ്ങളെ കുശലം ചോദിക്കുന്നതൊക്കെ. മറ്റദ്ദേഹം ഇങ്ങനെ കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. ആരാ എന്താ അത് ശരി, ഓഹോ നീ ഹൂ 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 എന്നൊക്കെ കുറെ മൂളലൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഫുൾ വാചകം പറഞ്ഞു തുടങ്ങുന്നത്. ഇതേ ഉള്ളൂ. പക്ഷെ അവനും എല്ലാവരുമായിട്ട് അടുപ്പമാണ്. പിന്നെ പെട്ടെന്ന് അധികം കണ്ട് പരിചയമില്ലാത്തവരുമായിട്ട് വേഗം അങ്ങോട്ട് ചേരാനായിട്ട് രാജു കുറച്ച് ടൈം എടുക്കും. ഞാനും ഇതിന്റെ കാണുമ്പോഴേ തുടങ്ങും ചിലപ്പോൾ. അതാ അത്രേ ഉള്ളൂ വ്യത്യാസം. നിലപാടുകളൊക്കെ വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും വന്ന് പറയുന്നത് രാജു തന്നെയാണ് അല്ലേ? ഇന്ദ്രൻ എനിക്ക് നന്നോട് ആലോചിച്ച് ഇന്ദ്രനും ഉണ്ട്. പക്ഷെ ഇന്ദ്രന് എന്നോട് പറയുന്ന അതേ ആ ഒരു എന്താ പറയുക അടിച്ചു പറയുന്ന രീതി പുറത്ത് കാണിക്കാറില്ല. പറഞ്ഞ അപ്പൊ അത് എന്റെയും രീതി അതാട്ടോ. ഞാൻ കുറച്ചുകൂടെ ഭാഷ ഒന്ന് മയപ്പെടുത്തും. മറ്റദ്ദേഹം അച്ഛന്റെ മോനാ. മയമൊന്നുമില്ല, പറയാനുള്ളത് പറയും. ഇഷ്ടപ്പെട്ടില്ല. അതെ, ഇന്നലെ ചോദിക്കട്ടെ, ഈ എല്ലാവർക്കും കാണുമ്പോ രണ്ടുപേരും ഭയങ്കര വ്യത്യസ്തരായ സ്വഭാവക്കാർ. എങ്ങനെയാണ് ഇവര് തമ്മിലുള്ളൊരു ബോണ്ട്, ഇന്ദ്രേട്ടനും രാജു? അത് അവര് തമ്മിൽ ഈ പറഞ്ഞിട്ട് പുറമേ കാണിക്കുന്നില്ലെങ്കിലും അവർ തമ്മിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യും. ഇന്ദ്രൻ്റെ വഴിക്കാണ് ജീവിതം കൊണ്ടുപോകുന്നത്. രാജുവിൻ്റെ വഴിക്ക്. ഇന്ദ്രൻ ദൈവം സഹായിച്ച് സിനിമയുണ്ട്, വെബ് സീരീസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഹിന്ദി പടത്തിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ. അപ്പോൾ അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അത് കാരണം അവർ തമ്മിൽ എല്ലാ കാര്യങ്ങളും പറയും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവർ തമ്മിലുള്ള സംസാരം എല്ലാം ഞാൻ പോലും അറിയുന്നില്ല. അതാണ് അതിനകത്തെ സത്യം. അത് ഇപ്പൊ ഈ പറഞ്ഞിട്ടുണ്ടാ കുറേ ദിവസം വിളിച്ചില്ലെങ്കിൽ എവിടുന്നെങ്കിലും ഒക്കെ. അപ്പൊ ഞാൻ പറയും ഒന്ന് വിളിക്കും മക്കളെ രണ്ടുപേരും. അപ്പൊ ഞാൻ ചെറുതെ കളിയാക്കടാ എന്താടാ കഴിഞ്ഞ ആഴ്ച വിളിക്കാത്തത്? ശരി. അപ്പൊ ഭാര്യയും പിള്ളേരും ഒക്കെ ആയിട്ട് പോകുമ്പോ അമ്മ ഓർക്കത്തില്ല. ഞാൻ ചുമ്മാ ഇട്ടോണ്ട് അയ്യോ അല്ല അമ്മ എന്നൊക്കെ പറഞ്ഞ അത് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും എനിക്ക് ഒരു പരാതികളും ഇല്ല. വിളിക്കേണ്ട സമയത്ത് വിളിക്കും, വരേണ്ട സമയത്ത് വരും. പിന്നെ ജോർദാനിലും ലണ്ടനിലും ഒക്കെ കിടക്കുന്ന മോനെ മറ്റന്നാ പിറന്നാളാണോ ഇനി വരണ അത്രയ്ക്ക് വിട്ടിയാണോ ഞാൻ? അത് വരേണ്ട സമയത്ത് ഞാൻ പറയാം. കേരളത്തിൽ എവിടെയെങ്കിലാണോ ഞാൻ പറയാം.